ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ബജാജിന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത ചില പൾസർ മോഡിഫിക്കേഷനുകൾ. ഇന്ത്യയിൽ ഏറ്റവും പ്രചാരം നേടിയ മോട്ടോർ സൈക്കിൾ ഏതെന്ന ചോദ്യത്തിന് രണ്ടുത്തരം മാത്രമാണുള്ളത്. ഒന്ന് ഹീറോ സ്പ്ലെൻഡർ, രണ്ട് ബജാജ് പൾസർ. ഇന്ത്യൻ ബൈക്ക് സങ്കല്പങ്ങൾക്ക് ചിറക് നൽകിയ മോഡലുകളാണ് ബജാജ് പൾസർ. 15 വർഷക്കാലമായി ഇന്ത്യൻ നിരത്തിൽ നിറസാന്നിധ്യമായി തുടരുന്ന ബജാജ് പൾസർ മോഡിഫിക്കേഷൻ രംഗത്ത് മോശമല്ലാത്ത പേര് നേടിയിട്ടുമുണ്ട്. റോയൽ എൻഫീൽഡും യമഹ RS200 പോലെ മോഡിഫിക്കേഷനുള്ള ക്യാൻവാസായി മാറാൻ ബജാജ് പൾസറിന് സാധിച്ചു എന്ന കാര്യം സംശയമാണ്. എന്നിരുന്നാലും ഇന്ത്യ കണ്ട ചില മികച്ച പൾസർ മോഡിഫിക്കേഷനെ നമുക്ക് നോക്കാം. ബോംബെ കസ്റ്റം വർക്ക് ബജാജ് പൾസർ 150. കഫേ റേസറിന്റെയും സ്ട്രീറ്റ് ബോംബറിന്റെയും സങ്കരയിനം. ഇതാണ് ബോംബെ കസ്റ്റം വർക്ക് അവതരിപ്പിച്ച ബജാജ് പൾസർ 150. യഥാർത്ഥ കഫേ റേസറുകളെ അനുസ്മരിപ്പിക്കുന്ന ഫ്യൂൽ ടാങ്കും ഉയരം കുറഞ്ഞ ഓപ്സെറ്റ് ഹാൻഡിൽ ബാറും സ്പ്രിംഗ് ലോഡ് ബോബർ സീറ്റും മോഡലിന്റെ സവിശേഷതകളാണ്. ഇതൊക്കെയാണെങ്കിലും എക്സോസ്റ്റിന്റെ കാര്യത്തിൽ ബോംബെ കസ്റ്റം വർക്ക് ആരാധകരെ നിരാശപ്പെടുത്തി. കസ്റ്റം ഡിസൈനോട് നീതി പുലർത്തിയിരുന്നില്ല എക്സോസ്റ്റ്. ജൂതോ പ്രാലിസ്റ്റിയോ ബജാജ് പൾസർ 200 NS. ലുക്കിന്റെ കാര്യത്തിൽ ബജാജ് പൾസർ NS200 എതിരാളികളെക്കാൾ ബഹുദൂരം മുന്നിലാണ്. എന്നാൽ മിനുക്കുപണികൾ നേടിയ ഈ കസ്റ്റം 200 NS ഒരുപക്ഷെ ബജാജിനെ പോലും അമ്പരപ്പിച്ചിട്ടുണ്ടാവാം. എക്സ്ട്രാ അഗ്രസീവിനായി നൽകിയ എയർബിസ് ഹെഡ്ലാമ്പും ഡ്യുവൽ അണ്ടർസീറ്റ് എക്സോസ്റ്റുമാണ് മോഡലിന്റെ പ്രധാന ഹൈലൈറ്റ്. സ്റ്റോക്ക് ബ്ലാക്കിന് പകരം റിമ്മുകൾക്കും ഫ്രെയിമുകൾക്കും ലഭിച്ച ബ്രൗൺ കളർ സ്പോർട്ടി ലുക്കിന് കരുത്തേകുന്നതാണ്. ഗബ്രിയൽ മോട്ടോർ സൈക്കിൾസ് ബജാജ് പൾസർ 220. പൂനെ ആസ്ഥാനമായ ഗബ്രിയൽ മോട്ടോർ സൈക്കിൾ പുറത്തിറങ്ങിയ പൾസർ 220 കണ്ടാൽ ബജാജിന് പോലും തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരില്ല. പൾസറിന്റെ വ്യക്തിമുദ്ര പൂർണ്ണമായും പൊളിച്ചെഴുതുകയായിരുന്നു ഈ കസ്റ്റം പൾസർ. ഫുഡ് ബെഗുകളും പെഡൽ ലിവറുകളും മിററുകളും ഹെഡ്ലാമ്പുകളുമെല്ലാം ഈ മോഡലിനെ മാറ്റി സ്ഥാപിച്ചിട്ടുമുണ്ട്. ദ റൂസർ ബജാജ് പൾസർ 220. സൂപ്പർ ബൈക്ക് ഗണത്തിലേക്ക് പൾസറിനെ കടത്താനുള്ള ശ്രമമാണ് ഈ മോഡൽ. ഹൈ എൻഡ് സൂപ്പർ ബൈക്കുകളിൽ നിന്നും കടമെടുത്ത ഭാഗങ്ങളാണ് ഈ കസ്റ്റം ബൈക്കിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഉദാഹരണം സുസുക്കി ജിക്സറിൽ നിന്നും സ്വീകരിച്ചതാണ് ഫെയറിംഗ്. ഇതേസമയം അപ്രീല സൈഡ് ബോക്സിൽ നിന്നും കടമെടുത്തതാണ് സിംഗിൾ സൈഡ് സിംഗാം. ഹോണ്ട RVF 400 നിന്നുമാണ് അലോയ് വീലുകൾ. ഇതിനു പുറമെ യമഹ R6 നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ് ഗോൾഡ് പ്ലേറ്റ് ടിൻ ഡിസ്കുകളും. ഓട്ടോലോഗ് ഡിസൈനിങ്ങിന്റെ ഗ്യാമ്പിറ്റ് ബജാജ് പൾസർ 150. ബജാജ് പൾസർ 150 അടിസ്ഥാനപ്പെടുത്തി ഓട്ടോലോഗ് ഡിസൈൻ ഒരുക്കിയ സ്ക്രാബ്ലറാണ് ഗ്യാമ്പിറ്റ്. ആദ്യ കാഴ്ചയിൽ തന്നെ ഡുക്കാട്ടി സ്ക്രാബ്ലറിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഗ്യാമ്പിറ്റ്. കസ്റ്റം ബോഡി വർക്ക്, പുതിയ ഫ്യൂൽ ടാങ്ക്, പുതുക്കിയ എക്സോസ്റ്റ്, പുതിയ സീറ്റ്, പുതുക്കിയ ഫ്രണ്ട് റിയർ മഡ്ഗാർഡുകൾ എന്നിവ ഗ്യാമ്പിറ്റിന്റെ വിശേഷങ്ങളാണ്.